അപ്പോൾ ചങ്ങായിമാരെ, ഈ ജയൻ രവിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് തമിഴ് നടൻ ജയൻ രവി, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവാംശമായിട്ട് 40 ലക്ഷം രൂപയുടെ ചോദിച്ചത്, അതും പ്രതിമാസം. അപ്പോൾ അതും തരാൻ പറ്റില്ല, 3 ലക്ഷം രൂപയെ തരുള്ളൂ എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ്, അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനറാണ്, സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അത് ചോദിച്ചു. അപ്പോൾ ഇവരൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പണം തന്നെയാണ്. ഒരാളെ സമ്പാദിക്കുന്നത് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിട്ടോ ഈ വിവാഹമോചനത്തിലൂടെ ഈ ഫണ്ട് അടിച്ചു മാറ്റില്ലേ. അത് ആലോചിക്കുക, നമ്മൾ ആണുങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സെലിബ്രിറ്റികളൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സമന്തയുടെ കേസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സമന്തക്ക് വേണമെങ്കിൽ അവിടെ 200 കോടിയോളം ജീവാംശം തരാമെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കേസിൽ. പക്ഷെ സമന്ത പറഞ്ഞു, എനിക്കൊരു കാശ് പോലും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അതൊക്കെയാണ് ഒരു വ്യക്തിത്വം. അത് അവിടേക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താ വെച്ചാലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ ഹക്കീമിയുടെ കേസ് ഇതേപോലെ ആയിരുന്നു, അതേപോലെ നമ്മൾ ഹർദിക് പാണ്ടിയുടെ കേസൊക്കെ ഇതേപോലെ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കാര്യത്തിൽ കയറി ഒരു തിരക്കുള്ള സമ്പാദ്യം അടിച്ചു മാറ്റാൻ പോകാം. അപ്പോൾ ആണുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോളൂ. ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് നമ്മുടെ പേരിലോ അതുപോലുള്ള ആരെങ്കിലൊക്കെ പേരിലോ മാറ്റിയാൽ കഴിച്ചിലാവും.